ഹായ് കൂട്ടുകാരെ, വൺ ഡേ ട്രിപ്പിൻ്റെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏഴാറ്റുമുഖം കാലടി മലയാറ്റൂർ പ്ലാന്റേഷൻ വഴിയുള്ള ഒരു യാത്രയിലാണ് ഉള്ളത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആനയെ കാണുക എന്ന് തന്നെയാണ്. ആനയെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്, അതും സേഫ് ഡിസ്റ്റൻസിൽ. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് റോഡിലേക്ക് ഇറങ്ങി വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണപ്പനത്തോട്ടത്തിൽ എണ്ണപ്പന തിന്നാൻ വേണ്ടി ആന എത്തിയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ്. നമുക്ക് എന്തായാലും കാഴ്ചയിലേക്ക് പോവാം. നമ്മള് കുട്ടമ്പഴ പോകുമ്പോ ഇത്രയുള്ള റോഡല്ലേ. സാറേ ഇത് ഈ വഴി നമുക്ക് കാലടി, അങ്കമാലി, എറണാകുളം പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കേട്ടോ. സീനില്ലല്ലോ, ഇരിക്കണ്ട. ഇതൊക്കെ കണ്ടുപോ പോവാം. ഈ ഏഴാറ്റുമുഖം ഗണപതി മഞ്ഞക്കൊമ്പനൊക്കെ എവിടെ കൂടെ നടക്കുന്നത് ഐഡിയയില്. അങ്ങനെ ഒരു ആനയെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. കൊമ്പനാണ് അവൻ. അങ്ങനെ എണ്ണപ്പന മറിച്ച് വലിയൊരു അതിനെ പിടിച്ചോടോ കൊക്കും വന്ന കൊമ്പനാണ്. ആ കൊമ്പനാണ്. ഇങ്ങനെ കൊമ്പനെ കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും പോയിടും. പിടിയാനല്ലാണ്ട് ഫോറസ്റ്റുകാരാണത്. എനിക്ക് കിട്ടിയതല്ലോ, കുറച്ച് കിട്ടി. അല്ല അവിടെ ഇറങ്ങി നമ്മളിപ്പോ കാലടി പ്ലാന്റേഷനിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. രണ്ട് സൈഡിലും എണ്ണപ്പനത്തോട്ടമുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഈ വഴിയിലൂടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. ഇത് പ്ലാന്റേഷനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയാണ്. ഇപ്പോൾ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ വണ്ടി നിർത്തി നോക്കിയതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെയും വന്യമൃഗങ്ങളും ആനയൊക്കെ വരുന്ന സ്ഥലം തന്നെ ആയിരിക്കും. കുട്ടികളൊക്കെ ചിലപ്പോൾ അത് കാണുന്നുണ്ടാവും. ഇത് കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികളുണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ക്ലാസ് വിട്ടിട്ടുണ്ടായിരുന്നു. 3 മണി സമയമായിട്ടുള്ളൂ. എനിക്ക് തോന്നണത് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് നേരത്തെ ക്ലാസ് അവസാനിപ്പിക്കുമായിരിക്കും. ഞങ്ങൾ ആ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ അവിടെ 2 കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു അന്തരീക്ഷം, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്ക്. നമ്മളെല്ലാം പഠിച്ചത് വളരെ തിരക്ക് നിറഞ്ഞ സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ വലിയ കൗതുകവും വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം ഒരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗൂഗിൾ മാപ്പ് വർക്കാകുന്നില്ല, റേഞ്ച് വളരെ കുറവാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരാളെയാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ആ ചേട്ടനോട് വഴി ചോദിച്ചിട്ടില്ല. ഇനി കുറേ ദൂരം കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം സമയമുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചെത്താമെന്ന് പറഞ്ഞ ടൈമൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ച്. കാരണം ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല കാഴ്ചകൾ എന്തെങ്കിലും കിട്ടിയേക്കാം. മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദൂരം പോയി കഴിഞ്ഞ ശേഷം ഇനി വഴി തെറ്റിയാൽ എന്തെങ്കിലും
ഐഡിയ ഇടാം എന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് വന്നപ്പോൾ ഒരു ചെറിയ ചായക്കട കണ്ടു. ചായയും കാപ്പിയും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട് അവിടെ. അതും ഒരു കാടിന് സമീപത്തായിട്ടാണ് ഈ ചായക്കട പ്രവർത്തിക്കുന്നത്. ഒരു ചേച്ചിയാണ് കട നടത്തുന്നത്. നമ്മളവിടെ നിന്ന് ചായയും ഓട്ടടയും ഒക്കെ കഴിച്ച് വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് യാത്ര തുടരുകയാണ്. ഇനി വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഈ ഏകദിന യാത്ര വളരെ മനോഹരമായിരുന്നു. നല്ല കാഴ്ചകളും കുറച്ച് ചെറിയ പേടിപ്പെടുത്തുന്ന ചില സിറ്റുവേഷൻസും എല്ലാം ഉണ്ടായി. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും പുതിയ കാഴ്ചകളുമായി നമുക്ക് കാണാം. ബൈ.